3 ദിവസത്തിലധികം കാരണമില്ലാതെ മിണ്ടാതിരുന്നാൽ അവര് വലിയ കുറ്റവാളികളാണ്. അതുകൊണ്ട് നമ്മൾ മാപ്പിന്റെ മനസ്സുണ്ടാവണോ? ഏത് തെറ്റും മാപ്പാക്കുന്നവന്റെ പേരാണ് റബ്ബുൽ ആലമീൻ. റമളാനിലെ അവസാനത്തെ 10 നമ്മൾ ചൊല്ലുന്ന ദിക്ർ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, പടച്ചവനെ നീ വലിയ മാപ്പ് കൊടുക്കുന്ന കേന്ദ്രമാണ്. തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നീ, എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. നമ്മളിങ്ങനെ പടച്ചോനോട് ചോദിക്കുമ്പോ സ്വന്തം ഭർത്താവിന്റെ വീഴ്ച മാപ്പ് ചെയ്തു കൊടുക്കാത്ത നമ്മൾക്ക് എങ്ങനെ അല്ലാഹ് മാപ്പ് ചെയ്തു തരൂ? സ്വന്തം ഭാര്യ ചെയ്ത അബദ്ധങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കാതെ അല്ലാഹു നമ്മൾക്ക് മാപ്പ് ചെയ്തു തരുമോ? അതുകൊണ്ട് പരസ്പരം വിട്ടുവീഴ്ച കുടുംബജീവിതത്തിന്റെ കാതലാണ്. പരസ്പരമുള്ള കഴിവും കഴിവുകേടും തിരിച്ചറിയണോ? എന്റെ ഭാര്യക്ക് അതിനുള്ള കഴിവുണ്ട്. ഇന്ന് പല സ്ഥലങ്ങളിലും ചെല്ലും ഉസ്താദേ, ഓൺലൈനിൽ വയത് കേട്ടിട്ട് എന്റെ പെണ്ണുങ്ങൾ ഇപ്പൊ ഒരു കാര്യവും ചെയ്തു തരൂല. രാവിലെ ഞാൻ ജോലിക്ക് പോകുമ്പം വീട്ടിൽ ഭക്ഷണം ഉണ്ടാവൂല. കാരണം സുബ്ഹിന്റെ ശേഷം ഒരു ഓൺലൈനിലെ ദിക്ർ ഹൽക്കണ്ട്. അവളെ ഒന്നും അതിൽ പങ്കെടുത്തിട്ട് 1000 ദിക്ർ ചെല്ലുന്നവളാണ്. എനിക്കിപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടാറില്ല. സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളിൽ നിർബന്ധമായ കാര്യങ്ങളൊന്നും ഖളാ ഇല്ലാതെടുക്കണോ? അതേസമയം അതിന്റെ കൂടെ ഏത് കിതാബ് എടുത്തു നോക്കിയാലും കാണാൻ കഴിയും, സ്ത്രീകളെ കുറിച്ച് പറഞ്ഞപ്പം ഫർളായ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ തന്റെ ഭർത്താവിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്താൽ അവൾക്ക് സ്വർഗം ഉറപ്പാണ്. ഒരു പെണ്ണിനോട് ഒരുപാട് ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൂട്ടാനുള്ള കൽപ്പനയില്ല. അങ്ങനെ അവസരം കിട്ടുന്ന ആളുകൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതേസമയോ ഭർത്താവിന് അർഹതപ്പെട്ട, ഭർത്താവിന് നൽകേണ്ടതൊന്നും നൽകാതെ നിങ്ങൾ എത്ര ദിക്ർ ചൊല്ലിയാലും ആ ദിക്ർ അല്ലാഹുവിന്റെ അടുത്ത് പൊരുത്തപ്പെട്ട ദിക്റാകൂല. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ഭർത്താവ് ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ ഭാര്യ ഉറച്ചോതിയിട്ട് വേഗം അടുക്കളയിൽ പോയിട്ട് നല്ല ചായ ഉണ്ടാക്കിയിട്ട് ഭർത്താവിന് എത്തിച്ചു കൊടുക്കണോ? അദ്ദേഹം ജോലിക്ക് പോകുമ്പോഴും ദിക്ർ ഇങ്ങനെ ചൊല്ലിരിക്കും. ഞാൻ ചെല്ലാണ്ട് നിങ്ങളൊന്ന് പോയാണി അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് ചൊല്ലുന്ന കൂടുതൽ ചൊല്ലിയിട്ട് കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ രാത്രിയായാൽ ദീർഘസമയം എത്രത്തോളം ഹദീസ് കണ്ടില്ലേ നിങ്ങള്? ഒരു ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ ഭാര്യ സുന്നത്ത് നോമ്പെടുക്കണമെങ്കിൽ ഭർത്താവിന്റെ സമ്മതമുണ്ടാവണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഭാര്യക്ക് സുന്നത്ത് നോമ്പെടുക്കാൻ ഭർത്താവിന്റെ സ്പെഷ്യൽ പെർമിഷൻ വേണം. ഞാൻ നാളെ തിങ്കളാഴ്ചയാണ്, റജബ് മാസാണ്, ഞാൻ നാളെ നോമ്പൊൽക്കട്ടെ എന്ന് ഭർത്താവിനോട് സമ്മതം ചോദിക്കണം. എന്നിട്ടാണ് ഇവിടെ എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ് 8 മണി വരെ ഭയങ്കര ദിക്ർ. എന്താ അത്? മറ്റേ ഉസ്താദ് പറഞ്ഞതാണല്ലോ, ഓൺലൈനിലുള്ള ഉസ്താദ്. ഏത് ഉസ്താദായിട്ടും കാര്യമില്ല. അള്ളാഹു പൊരുത്തപ്പെടാത്ത വിഷയം, അള്ളാഹു തആല കൽപ്പിച്ച വിഷയങ്ങൾ ചെയ്യാതെ വേറെ പലതും ചെയ്തു കൂട്ടിയാൽ അവിടെ കുടുംബം തകർന്നു പോയാൽ അതിന്റെ ഉത്തരവാദികൾ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ദിക്റും സ്വലാത്തും ഒക്കെ ആവശ്യത്തിന് വേണം. അതോടൊപ്പം
വീട്ടിലെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. ഒരു പെണ്ണ്, ആ പെണ്ണ് ഭർത്താവിന്റെ വീടിനെ കുറിച്ച് ആലോചിക്കേണ്ട, ആ വീടിന്റെ ക്രമീകരണങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ട, അതിന്റെ ഉത്തരവാദിത്തമുള്ള ആളാണ് പെണ്ണ്. ആ പെണ്ണിന് നല്ല സപ്പോർട്ട് കൊടുക്കേണ്ടവനാണ് പുരുഷൻ, ഭർത്താവെന്ന് പറയുന്നത്. അതുകൊണ്ട് മുനാക്കഹാത്ത് കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും സന്താനങ്ങളും ഉൾപ്പെടുന്ന ആ ഓരോ മേഖലകളിലും അവിടെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. അതും കൂടി ചേരുമ്പോഴാണ് അവിടെയും അള്ളാഹുവിന്റെ ഇഷ്ടം എന്താണ്, വിവാഹ ജീവിതം തുടങ്ങുന്നിടത്ത് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്കാഹ് നടക്കുന്ന മാസം, അഫ്ളലായ മാസം ശവ്വാലാണ്, അഫ്ളലായ ദിവസം വെള്ളിയാഴ്ചയാണ്, അഫ്ളലായ സമയം രാവിലെയാണ്, അഫ്ളലായ സ്ഥലം പള്ളിയാണ്. നിക്കാഹ് നടക്കേണ്ടത് ഏതോ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയിട്ടല്ല, ഏറ്റവും അഫ്ളലായ സ്ഥലം പള്ളിയിലാക്കാൻ നോക്കുക. കഴിയുമെങ്കിൽ രാവിലെ തന്നെ ആക്കാൻ നോക്കുക, കഴിയുമെങ്കിൽ വെള്ളിയാഴ്ച ആക്കാൻ നോക്കുക. അതിലേറെ ശവ്വാൽ മാസത്തിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ നിക്കാഹ് നടന്നതും അതുപോലെ വീട് കൂടിയതൊക്കെ വെള്ളിയാഴ്ച ദിവസമാണെന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഇത് ഉദ്ധരിച്ച മഹാന്മാര് പറയാ, വിവാഹത്തിന് ഏറ്റവും നല്ല സമയവും മാസമൊക്കെ ആ രൂപത്തിൽ ആവാൻ ശ്രദ്ധിക്കണം. അങ്ങനെ വിവാഹ ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ അവിടൊക്കെ ആദാബുകൾ മഹാന്മാര് പറഞ്ഞു. മഹർ കൊടുക്കേണ്ടത് എങ്ങനെയാവണം? മഹർ വലിയ വിലപിടിപ്പുള്ള മഹർ കൊടുക്കരുത്. അതെന്തേ അങ്ങനെ കൊടുക്കരുത് എന്ന് പറയാനുള്ള കാരണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഏറ്റവും നല്ല ബറക്കത്തുള്ള നിക്കാഹ് ഐസ്റുഹാ, ആർഭാടം കുറഞ്ഞ നിക്കാഹാണ്. ആർഭാടം കുറയാന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ലാളിത്യം ഉണ്ടാവണം. അനാവശ്യമായ ധൂർത്തുകൾ കുറച്ചുകൊണ്ടിരിക്കണോ. കല്യാണത്തിന്റെ ഈ അടുത്ത് ഈ ഭാഗത്തൊരു സ്ഥലത്ത് വന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നോട് സങ്കടത്തോടെ പറഞ്ഞു, ഉസ്താദേ, എന്റെ ജേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 ലക്ഷം രൂപ കടത്തിലാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ കല്യാണം കഴിക്കുന്നില്ല. ഞാൻ ചോദിച്ചത് 10 ലക്ഷം കടം. ഉസ്താദേ, കല്യാണത്തിന്റെ മുമ്പ് പെണ്ണ് കാണാൻ പോകുമ്പം തന്നെ കുടുംബത്തിൽ നിന്ന് പോകുന്ന എല്ലാ പെണ്ണുങ്ങളെ കയ്യിലും ചുരിദാർ വാങ്ങിക്കൊടുക്കണോ, അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ കാണാൻ പോകുമ്പോൾ തന്നെ സ്വർണം കെട്ടണോ. ഇതൊക്കെ ഇസ്ലാമിനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കടുത്ത അനാചാരങ്ങളാണ്. അതേ പ്രകാരം കല്യാണം കഴിഞ്ഞാൽ ഒരു ഫാമിലി ടൂർ ഉണ്ട് ഉസ്താദേ, അതില് വാഹനം വിളിച്ചിട്ട് എല്ലാം പുതിയാപ്പള കൊണ്ടുപോവണം. ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ കടത്തിലാണ്. അതിൽ 5 ലക്ഷം പണയത്തിന് വാങ്ങിയതാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ദൂർത്ത് കടുത്ത ഹറാമായ രൂപത്തിൽ പണമുണ്ടാക്കിയിട്ട് ആർഭാട വിവാഹം നടത്തിയിട്ട് മുന്നോട്ടു പോയാൽ ആ വിവാഹ ജീവിതത്തിന്റെ ആനന്ദം നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ഓരോരുത്തരുടെ സാമ്പത്തിക നിലവാരത്തിനനുസരിച്ചുള്ള വിവാഹ ജീവിതങ്ങൾ, വിവാഹാഘോഷങ്ങൾ, വിവാഹത്തിന് നല്ല ഭക്ഷണം കൊടുക്കുന്നത് സുന്നത്താണ്. വിവാഹം പരസ്യമാക്കൽ സുന്നത്താണ്. കാരണോ, വ്യഭിചാരം രഹസ്യമായിട്ടാണ് ആളുകൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ വിവാഹം വ്യഭിചാരത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ദഫ് മുട്ടിയിട്ട് ആളുകളെ അറിയിച്ചുകൊണ്ട് നിക്കാഹ് നടത്തൽ സുന്നത്തുണ്ട്. പാട്ടുപാടുന്നത് സുന്നത്തുണ്ട്. കല്യാണത്തിന് ദഫ് മുട്ടിയിട്ട് പാട്ടുപാടിയ ഇഷ്ടം പോലെ ചരിത്രങ്ങളുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അതൊക്കെ അനാവശ്യമായ രൂപത്തിൽ ആർഭാടത്തോടുകൂടി ആളുകൾക്കിടയിൽ ഞാൻ വലിയവനാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഹറാമ് കലർന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിലായിക്കൂടാ. അങ്ങനെ
മുനാക്കഹത്ത് എന്ന ബാബ് ഫുഖഹാ കൃത്യമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ ഭർത്താവിന്റെ ബാധ്യതകൾ പറഞ്ഞിട്ടുണ്ട്, ഭാര്യയുടെ ഉത്തരവാദിത്വം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുമ്പം സ്വാഭാവികമാണ് അഭിപ്രായമുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അഭിപ്രായമുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴേക്ക് ത്വലാഖാവരുത്. ത്വലാഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഹലാലായ കാര്യമാണ് ത്വലാഖ്. അതുകൊണ്ട് അഭിപ്രായ ഭിന്നത വരുമ്പോഴേക്ക് തന്നെ ത്വലാഖ് ചൊല്ലുക എന്നതല്ല, മസ്ലഹത്തിന് ആളുകൾ ഉണ്ടാവണം. മസ്ലഹത്ത് ഇസ്ലാഹും ബൈനന്നാസ്. അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുന്നവര് അതിന് നേതൃത്വം കൊടുക്കണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ മസ്ലഹത്തുണ്ടാക്കുന്നത് വലിയ അമലാണ്. അതിനു വേണ്ടി ആളുകൾ ഒരുങ്ങിയിട്ട് തയ്യാറായി നിൽക്കണം. മഹല്ല് നേതൃത്വങ്ങൾ മസ്ലഹത്ത്, രണ്ടുപേർക്കിടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോ ഓല് തമ്മിലൊന്ന് ഏറ്റുമുട്ടട്ടെ. ഓല് പണ്ട് കാലത്ത് എങ്ങനെയെന്നല്ല, ഒരാൾക്കിടയിലും ഭിന്നിപ്പുണ്ടാവാതെ നാടിനെ സംരക്ഷിക്കാൻ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇസ്ലാഹ് നടത്തുന്ന മുസ്ലിഹീങ്ങൾ ഉണ്ടാകണേ. അംബിയാഇന്റെ വലിയ ദൗത്യമതായിരുന്നു. അതുകൊണ്ട് മസ്ലഹത്ത് ഉണ്ടാവണോ? അതൊന്നും നിൽക്കുന്നില്ലെങ്കിലും മാന്യമായി പിരിയണം. അങ്ങനെ പിരിയുമ്പോൾ തന്നെ നാട്ടു നടപ്പും കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതും മാന്യമായിട്ട് ചർച്ച ചെയ്യുന്ന ഭാഗമാണ് ജിനായാത്ത് എന്ന് പറയുന്നത്. അഭിപ്രായ ഭിന്നതകളോ കുറ്റങ്ങളോ കുറവുകൾ ഉണ്ടായാൽ അതിനെ പരിഹരിക്കേണ്ട മാനദണ്ഡങ്ങൾ പറയുന്ന ഭാഗമാണ് അൽ ജിനായാത്ത്. ഇങ്ങനെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇബാദാത്തും മുആമലാത്തും മുനാക്കഹത്തും ജിനായാത്തും 4 ഭാഗങ്ങൾ കൂടുമ്പോഴാണ് ഇസ്ലാം പൂർണ്ണമാവുന്നത്. അങ്ങനത്തെ മുസ്ലിമാവണം ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഇത് അല്ലാഹുവിന് പൊരുത്തപ്പെട്ടതാണോ, ഇത് അല്ലാഹുവിന്റെ ദീനനുസരിച്ചുള്ള പ്രവർത്തനമാണോ, എപ്പോഴും ആലോചിക്കാനുള്ള ബോധം നമ്മുടെ കൽബിലുണ്ടാവണേ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. നിങ്ങൾക്ക് തോന്നുന്ന സ്ഥലത്ത് മാത്രം ഇസ്ലാമിനെ ചേർത്താൽ പോരാ. നിസ്കാരത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ചേർത്ത് പിടിച്ചിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത് പോലെ, നോമ്പിലും നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നോമ്പ് നോൽക്കുന്നത് പോലെ നിങ്ങളുടെ ഇടപാടുകളിൽ അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാവണം. വൈവാഹിക ജീവിതത്തിൽ അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടാവണം. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോഴും മാന്യമായിട്ട് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെയുള്ളവരാണ് ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത്. ഏതൊരു മുസ്ലിമായ മനുഷ്യനും ചിന്തിക്കേണ്ടത്, ദുനിയാവിലെ നൈമിഷികമായ ജീവിതം കഴിഞ്ഞ് വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, ആഖിറമാകുന്ന ലോകത്തേക്ക് പോവാനുള്ളതാണ്. കമ്മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ അലീലിൻ നാശ ദഹ്റൻ ഇലാ ദഹ്രി. എത്ര നല്ല ആരോഗ്യമുള്ള യാതൊരു രോഗവുമില്ലാത്ത ആളുകളാണ് പെട്ടെന്ന് രോഗിയായിട്ട് ലോകത്തോട് വിട പറയുന്നു. എന്റെ നാടിന്റെ തൊട്ടടുത്തുള്ള SSFന്റെ പ്രവർത്തകൻ അബ്ദുൽ ബാസിത്ത് സഖാഫി എന്ന് പറയുന്ന കൂട്ടുകാരൻ മർക്കസിൽ പഠനം കഴിഞ്ഞിട്ട് 1 വർഷമാകുന്നേയുള്ളൂ. പെട്ടെന്നാണ് ഒരു ചെറിയ രോഗം പിടിപെട്ടു. ഇന്ന് രാവിലെ ആ ചെറുപ്പക്കാരൻ ലോകത്തോട്
ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹുവേ, ആ കൂട്ടുകാരന്റെ ഖബർ ജീവിതം നീ സന്തോഷമാക്കണേ അല്ലാ. ഇൽമിന്റെ വലിയ അഹ്ലുകാരനായി ജീവിച്ചു. അവന്റെ ഉപ്പയും നല്ല ഒരു ഇൽമിന്റെ അഹ്ലുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ്. അല്ലാഹുവേ, ആ കൂട്ടുകാരന്റെ ഖബറിലുള്ള ആദ്യ രാത്രിയാണ് നീ സന്തോഷമാക്കണം റഹ്മാനെ. മാതാപിതാക്കൾക്ക് നീ വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ. കമ്മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലാ. കാരണങ്ങൾ വേണ്ടതില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് നമ്മളൊന്നും സമ്മതമില്ലാതെയാണ് അല്ലാഹു നമ്മളെ പടച്ചത്. നമ്മളോട് ചോദിക്കാതെയാണ് അല്ലാഹു നമ്മൾക്ക് സൃഷ്ടിപ്പ് നൽകിയത്. ആ റബ്ബിനെ എപ്പോഴും തിരിച്ചു പിടിക്കാലോ. വകം മിൻ അലീലിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. രോഗമായിട്ട് മാസങ്ങളും വർഷങ്ങളുമായിട്ട് കിടക്കുന്നു. ഉസ്താദേ, കടുത്ത വേദന കാണുമ്പോ വല്ലാത്ത സങ്കടമാണ്. 5 വർഷമായി കിടക്കാൻ തുടങ്ങിയിട്ട് ഖൈറിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്ന് പറയുന്ന എത്ര രോഗികളാണ് നമ്മൾക്കറിയുന്നത്. അതേ, അവർക്ക് അല്ലാഹു തആല മരണം കൊടുക്കുന്നില്ല. എല്ലാറ്റിലും അല്ലാഹുവിന്റെ വലിയ ഖുദ്റത്തും ഹിക്മത്തും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലാഹുവിന്റെ ഖളാ വരുമ്പോ റളീതു ബില്ലാഹി റബ്ബാ, എന്റെ റബ്ബിനെ ഞാൻ ഇതാ സമ്പൂർണമായിട്ട് ഇഷ്ടപ്പെടുന്നു. എന്റെ റബ്ബ് എന്ത് തന്നാലും വാങ്ങേണ്ടവനാണ് ഞാൻ. എന്നെ പടച്ചത് എന്നോട് ചോദിച്ചിട്ടല്ല. എനിക്ക് ഭക്ഷണം തരുന്നവൻ അവനാണ്. എനിക്ക് ആയുസ് തരുന്നവൻ അവനാണ്. എന്റെ ശരീരത്തിലുള്ള ഓരോ അത്ഭുതകരമായ അവയവങ്ങളുടെയും യജമാനൻ അവനാണ്. അതിന്റെ ശേഷി നഷ്ടപ്പെടാനും പിടിക്കാനുമുള്ള കഴിവവനുണ്ട്. എന്ത് സംഭവിച്ചാലും പൊറുതികേട് കാണിക്കാതെ ഇന്നലില്ലാഹി മാ അഅ്താ വലില്ലാഹി മാ അഖദാ. അല്ലാഹുവിനുള്ളത് അല്ലാഹു കൊണ്ടുപോകും. അല്ലാഹ് തരുന്നത് നമ്മൾ വാങ്ങലല്ലാതെ. ദുഖൂലി തഹത ഖൗലിക യാ ഇബാദി. ആ റബ്ബിന്റെ നല്ല അടിമയായി റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമ്പം വല്ലാത്തൊരു സന്തോഷമുള്ളവനായി റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടേണ്ട റജബ് മാസമാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹദിക വ വഅദിക എന്ന് തുടങ്ങുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ വിർദുൽ ലത്തീഫ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതറിയാത്തവരൊരു 11 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അളീം ഇന്നഹു കാന ഗഫാറാ.